ആലപ്പുഴയിൽ മേൽക്കൂര തകർന്ന കാർത്തികപ്പള്ളി സ്കൂളിൽ വൻ സംഘർഷം. ഏറ്റുമുട്ടി CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം കസേരയെറിഞ്ഞു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ മണ്ണുവാരിയിട്ടു. സംഘർഷം ക്ലാസ് നടക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റു. ഷാർജയിലെ കൊല്ലം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ദുബായിലെ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ. ജോലിയിൽ നിന്ന് അതുല്യയുടെ മരണത്തിൽ ഷാർജയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ പരാതി നൽകി ബന്ധുക്കൾ. സതീഷിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി പോലീസ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നത് പരിഗണനയിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് തുടക്കം. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെ പിരിഞ്ഞു. സഭയുടെ ചട്ടവും മര്യാദയും പാലിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള. ഓപ്പറേഷൻ സിന്ദൂർ 100% നേട്ടമെന്ന പ്രധാനമന്ത്രി. രാജ്യസഭാംഗമായി C. സദാനന്ദൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഞാൻ C. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ് ഇടിച്ച വിദ്യാർത്ഥി മരിച്ചതിൽ ഇന്നും പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ. പേരാമ്പ്ര RT ഓഫീസിലേക്കുള്ള യുവജന സംഘടനകളുടെ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും. പേരാമ്പ്ര കുറ്റ്യാടി റോഡ് ഉപരോധിച്ചും ബസ് തടഞ്ഞും പ്രവർത്തകർ. കർണാടക ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതിസന്ധി. 2 ഉദ്യോഗസ്ഥർ പിന്മാറിയേക്കുമെന്ന സൂചന. വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയേക്കും. ധർമ്മസ്ഥലയിലെ ചുഴലടിക്കാൻ കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. KTU ഡിജിറ്റൽ താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിൽ ഉറച്ച് ഗവർണർ. ഇന്നോ നാളെയോ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. ഹൈക്കോടതി വിധി UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമെന്ന് ഗവർണർക്ക് നിയമോപദേശം. കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. എറണാകുളം ആലുവയിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. മരിച്ചത് കൊല്ലം കുണ്ട്ര സ്വദേശി അഖില. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനു കസ്റ്റഡിയിൽ. തൃശൂർ പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. അളഗപ്പ നഗർ സ്വദേശി സിജോ ജോൺ കസ്റ്റഡിയിൽ.